ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്ന സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അത് എന്തായാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾ ഹിന്ദിയിൽ ഓർത്തെടുക്കാം. ഏത് ഭാഷ പഠിക്കുമ്പോഴും ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ആ ഭാഷയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ ആയിരിക്കും ആ ഭാഷയിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നു, അത് ഞങ്ങൾ ചിന്തിച്ച് പറയാൻ തുടങ്ങുന്നു, അവിടുന്നാണ് സ്റ്റാർട്ടിങ്. ഞങ്ങൾ ഒരു കുട്ടി തന്നെ ആലോചിച്ച് നോക്കാം, അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ മൊത്തം ഫുൾ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ ഫുള്ള് അവർ ആ ഭാഷയിലാണ് കേൾക്കുന്നത്. അപ്പൊ അവരാ പറയുമ്പോഴും അവർ വിചാരിക്കും എനിക്ക് വെള്ളം വേണം, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഇങ്ങനെ ചെയ്തു പോയി. അതൊക്കെ ഞാൻ പറയണമെങ്കിൽ അതായത് ആ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ആ കുട്ടി കേൾക്കുന്നത്, അത് തന്നെയാണ് ആ കുട്ടി ഫസ്റ്റ് ആയിട്ട് പറയണത്. അത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ഒരു ഭാഷ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങണമെങ്കിൽ അത് ആവശ്യമായുള്ള സെന്റൻസുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇനി ഓവർ നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഡെയിലി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണത്. ഞാൻ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഞാൻ കൺഫ്യൂഷൻ ചെയ്യുന്നില്ല, ഞാൻ 3 വീഡിയോസ് ഇടും. അപ്പം ഈ കാര്യം തന്നെ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോയില് ഫുള്ള് എന്തായിരിക്കും, പാസ്റ്റ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളിങ്ങനെ കണക്കിലൂട്ടാം. അപ്പൊ ഇന്ന് പാസ്റ്റ് ആണ്, നാളെ പ്രസന്റ് ആയിരിക്കും, പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇൻഷാല്ലാ അതൊരു ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. അതായത് ഞങ്ങൾ ഒരേ വർക്ക് നമ്മൾ ടെൻസസ് അല്ലാതെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ടെൻസസിൽ പറയാൻ പഠിക്കണം. അപ്പൊ ഒരേ കാര്യം ഇന്ന് ഞാൻ ഫ്യൂച്ചർ, ഞങ്ങൾക്ക് 3 കൂടി ഒപ്പരം പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പാസ്റ്റിലെ പറഞ്ഞിരുന്നു ഇതേ കാര്യം ഇനി നാളെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ പ്രസന്റ്, പിന്നെ ഫ്യൂച്ചർ. അപ്പൊ ഇത് 3 ദിവസമായിട്ട് 3 ആഴ്ച നിങ്ങൾ എന്താക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞു നോക്കുക. ഒരേ സെന്റൻസ് 3 ടെൻസസിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലുവൻ്റ് ആയി നിങ്ങൾക്ക് എവിടെ എപ്പോൾ വേണമെങ്കിൽ ആരോട് വേണമെങ്കിൽ ഇത് സംസാരിക്കാൻ പറ്റും. പ്രാക്ടീസ് വീട്ടിൽ ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പൊ ഞങ്ങൾ രാവിലെ എണീക്കുന്ന മുതൽ ഉള്ള സെന്റൻസുകൾ, കാര്യങ്ങൾ, ക്രിയകൾ, ഞങ്ങൾ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത് അതിങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. കോമൺ ആണല്ലോ, എല്ലാവരും ഉറങ്ങി എണീക്കുന്നു. മേ സുബേ ഉഠി, ഞാൻ രാവിലെ എണീറ്റു. ഹിന്ദിയിൽ പറയുമ്പോൾ ആണും പെണ്ണും അതിനനുസരിച്ചിട്ട് വേണം സെന്റൻസ് മേക്ക് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ മലയാളത്തിലാവുമ്പോൾ പറയും എന്ത്, ഞാൻ രാവിലെ എണീറ്റു. മേ സുബേ ഉഠ, ആണാണെങ്കിൽ ഉഠ, പെണ്ണാണെങ്കിൽ ഉഠി. ഒരു വള്ളി എന്തായാലും ഉണ്ടാവും പെണ്ണിന്. ഗൈ, ഓക്കെ, ഗൈ, സോച്ച്, ഒരു ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓരോ സെന്റൻസിന്. പക്ഷെ പെണ്ണ് പറയുമ്പോൾ അതിന് ഈ വള്ളി എന്തെങ്കിലും വരും. അപ്പം ഞാൻ രാവിലെ എണീറ്റു. മേ സുബേ ഉഠ, പെണ്ണാണെങ്കിൽ മേ സുബേ ഉഠി. എന്ത് പറയാം, മേനെ ബ്രഷ് കിയ, അതാണും പെണ്ണിനും സെയിം ആണ്. മേനെ ബ്രഷ് കിയ. പിന്നെ എന്ത് പറയാം, മേനെ ബ്രേക്ക്ഫാസ്റ്റ് ഖായ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൽ നിങ്ങൾക്ക് ഇനി സാധനങ്ങൾ ഉൾപ്പെടുത്തി പറയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ആണ് തിന്നത്, പത്തിരിയാണ് തിന്നത്, ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് വരിക. मैंने आज नाश्ते में इडली खाई, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലിയാണ് കഴിച്ചത്. मैंने आज नाश्ते में പത്തിരി खाई, ചപ്പാത്തി खाई, അല്ലെങ്കിൽ मैंने आज नाश्ते में സാൻഡ്വിച്ച് खाया, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ സാൻഡ്വിച്ച് ആണ് കഴിച്ചത്. അതിൻ്റെ ശേഷം എന്ത് പറയാം, फिर मैं जाकर नहाई. ചിലവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കുളിക്കുക, ചിലർ കുളിച്ചിട്ടാണ് കഴിക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറയാം. ബ്രഷ് കിയ, മേ നഹായി, പെണ്ണാണെങ്കിൽ നഹായി, ആണാണെങ്കിൽ മേ നഹായ. ഫിർ മേ നഹായ, പിന്നെ ഞാൻ കുളിച്ചു. അപ്പൊ ഇതിങ്ങനെ ഡെയിലി നമ്മൾ സ്കൂളിൽ പണ്ട് ഞങ്ങൾക്ക് ഭാഷ പഠിപ്പിക്കാൻ ഡയറി എഴുതിപ്പിക്കലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി. ഞാൻ എന്തൊക്കെ ചെയ്തു. ഓക്കെ, ഫിർ മേ നഹായ, ഞാൻ കുളിച്ചു. ഞാൻ കുളിച്ചു. പെണ്ണാണെങ്കിൽ നഹായി ട്ടോ, ഇനി കുളിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്, ഫിർ മേനെ കപ്പടെ പെഹനെ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ ഞങ്ങൾ ഹിന്ദിയിൽ പറയും അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യല്ലോ. തോ മേനെ കപ്പടെ പെഹനെ, ഫിർ മേനെ കപ്പടെ പെഹനെ, പിന്നെ ഞാൻ ഡ്രസ്
ഇട്ടു, ഞാൻ ഡ്രസ്സ് ഇട്ടു. അപ്പോൾ പിന്നെന്നുള്ളതിന് ഹിന്ദിയിൽ ഫിർ എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് പറയുമ്പോഴും ആൻഡ് നമ്മൾ പറഞ്ഞു പോണത് മാതിരി പിന്നെ അങ്ങനെ ചെയ്തു, പിന്നെ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഫിർ എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഉസ്കെ ബാദ് എന്ന് പറയാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഫിർ എന്ന് പറയാം. ഫിർ മേനെ കപ്പടെ പെഹനെ, ഫിർ മേനെ കപ്പടെ പെഹനെ, പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടു. ഇനി അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയി, അല്ലെ ഓഫീസിലേക്ക് പോയി, സ്കൂളിലേക്ക് പോയി, അങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയാ, അതിനുശേഷം ഉസ്കെ ബാദ്, ഉസ്കെ ബാദ്, ഉസ്കെ ബാദ് मैं स्कूल गई, उसके बाद मैं स्कूल गई, उसके बाद मैं ഓഫീസ് गया. അപ്പോൾ അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് പോയി, അതിനുശേഷം ഞാൻ ഓഫീസിലേക്ക് പോയി. मैं बस से स्कूल गई, मैं बस से स्कूल गई. ഇനി സ്കൂൾ ബസ് യൂസ് ചെയ്തിട്ടാണ് പോണെങ്കിൽ ഞാൻ ബസ് ഉപയോഗിച്ചിട്ടാണ്, ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോയത്. ബസ് മേ സ്കൂൾ ഗയി, ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോയത്. मैं बस में स्कूल गया, ഞാനാണെങ്കിൽ ഞാൻ ബസ്സിൽ സ്കൂളിൽ പോയി. പിന്നെ ഇനി ഒരാൾ ഓഫീസിലാണെങ്കിൽ मैं ऑफिस गया. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓഫീസിൽ പോയത്? സ്വന്തം ബൈക്കാണെങ്കിൽ मैं अपनी गाड़ी पर ऑफिस गया, मैं अपनी गाड़ी पर ऑफिस गया. ഞാൻ എൻ്റെ ബൈക്ക് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോയത്. അതിനെല്ലാം നിങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് വിചാരിച്ചോളി. ഇന്ന് എൻ്റെ വണ്ടി കേടായി, ആജ് മേരി ഗാഡി ഖരാബ് ഹോ ഗയി, ഇന്ന് എൻ്റെ വണ്ടി കേടായി. मैं आज ऑटो से ऑफिस गया, ഇന്ന് ഞാൻ ഓട്ടോ പിടിച്ചാണ് ഓഫീസിൽ പോയത്. അല്ലെങ്കിൽ ആജ് मैं बस में ऑफिस गया, ഞാനിന്ന് ബസ്സിലാണ് ഓഫീസിലേക്ക് പോയത്. ഇനി തിരിച്ചു വന്നു. मैं शाम को 4 बजे स्कूल से आई, ഞാൻ വൈകുന്നേരം 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നു. അല്ലെങ്കിൽ ഞാൻ ഷാം കോ സ്കൂൾ സെ ആയി, ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു. ഇനി ഓഫീസിൽ നിന്ന് വന്നവരാണെങ്കിൽ കാംസ്, ഞാനൊരു വർക്ക് പ്ലേസ് ചെയ്തായാലും ഓഫീസ് ആവണമെന്നില്ല, സ്കൂളാവും, പല പ്രൊഫഷൻ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഷോപ്പായാലും എന്തായാലും ഒന്നെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. മേ ഷോപ്പ് സെ അപ്നി ദുക്കാൻ സെ 7 ബജെ വാപ്പസായി, ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് 7 മണിക്ക് തിരിച്ചു വന്നു. मैं अपनी शॉप से 8 बजे वापस आई, ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് 8 മണിക്ക് തിരിച്ച് വന്നു. वापस आया, मैं वापस आई. मैं शाम को 7 बजे वापस आ गई, ഞാൻ വൈകുന്നേരം 7 മണിക്ക് തിരിച്ചു വന്നു. പിന്നെ പറയാം मैं बहुत थकी हुई थी, ഞാൻ വളരെ ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്നൊക്കെ വന്ന് ഭയങ്കര ക്ഷീണം ഉണ്ടാവുമല്ലോ. तो मैं बहुत थकी हुई थी, പെണ്ണാണെങ്കിൽ थकी हुई, ആണെങ്കിൽ थका हुआ, ഞാൻ വളരെ ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ നേരെ പോയി കുളിച്ചു. मैं सीधा जाकर नहाई, मैं सीधा जाकर नहाया, ഞാൻ നേരെ പോയി ഫസ്റ്റ് ഫ്രഷ് ആയി എന്ന് പറയുമ്പോൾ मैं पहले सीधा जाके फ्रेश हो गई. ചിലവർക്ക് സ്വഭാവം ഉണ്ടാവും, വന്ന പാടത്തന്നെ സാധനം വെച്ച് കിടക്കുമ്പോൾ ഒരു ഒറ്റ എടുത്താണ് ഫസ്റ്റ്, ഒരു 2 മിനിറ്റ് റിലാക്സ് ആവട്ടെ എന്നൊക്കെ ചിലർ വിചാരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയും मैं सीधा जाकर बेड पर लेट गई, मैं सीधा जाकर बेड पर लेट गई. ഞാൻ വളരെ ടയേർഡായിട്ടാണ് വരുന്നെങ്കിൽ ഞാൻ നേരെ പോയി ബെഡ്റൂമിൽ നിന്ന് 2 മിനിറ്റ് കിടന്നു. मैं सीधा जाकर बेड पर लेट गई, ഞാൻ നേരെ പോയിട്ട് ബെഡിൽ കിടന്നു. ആണാണെങ്കിൽ मैं बेड पर लेट गया, मैं बेड पर लेट गया, ഞാൻ ബെഡിൽ പോയിട്ട് കിടന്നു. അതിൻ്റെ ശേഷം उसके बाद मैंने कपड़े बदले, ഞാൻ വീണ്ടും ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. उसके बाद അതിൻ്റെ ശേഷം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. मैंने कपड़े बदले, പിന്നെ എന്ത് ചെയ്തു? मैंने चाय पी, ചിലർക്ക് ഈവനിങ്ങിൽ ചായ കുടിക്കുന്ന ശീലം ഉണ്ടാവും. അപ്പോൾ मैंने चाय पी, ഞാൻ ചായ കുടിച്ചു. പിന്നെ मैंने चाय पी, പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ എന്ത് ചെയ്തു? फिर मैंने पढ़ाई करी, കുട്ടിയൊക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഹോംവർക്ക് ചെയ്തു, പഠായി കരി എന്നൊക്കെ പറയാൻ मैंने पढ़ाई करी. ഓഫീസിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം मेरे थोड़े मैसेज को रिप्लाई किया, ഞാൻ കുറച്ച് മെസ്സേജ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തു. या मैं थोड़ी देर फोन में खेला, ഞാൻ ഫോണിൽ കളിച്ചു, എൻ്റെ ഫോൺ നോക്കി. थोड़ी देर मैंने फोन देखा, थोड़ी देर मैंने फोन देखा, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഫോണിൽ നോക്കി. मैंने फोन देखा. കുട്ടികളൊക്കെ ആകുമ്പോൾ ഇനി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പറയാം मैंने होमवर्क करा, मैंने पढ़ाई करी, അതിനുശേഷം ഞാൻ കുറച്ച് നേരം പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം, ഇത് ഞാൻ പുറത്ത് പോയി വരുന്നവരുടെ കഥയാണ്. അത് കഴിഞ്ഞ ഹൗസ് വൈഫോ വീട്ടിൽ തന്നെ നിൽക്കുന്നവരോ അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെക്കേഷനിൽ എങ്ങനെ സംസാരിക്കാം, വെക്കേഷനിൽ പറയുമ്പോൾ നമ്മൾ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പം അതിനെ പറ്റി ഞാൻ ഷോർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ വളരെ ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ उसके बाद मैंने रात का खाना खाया, ഞാൻ അത് കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിച്ചു. उसके बाद मैंने रात का खाना खाया.
उसके बाद मैंने रात का खाना खाया അതിന് ശേഷം രാത്രി ഫുഡ് കഴിച്ചു രാത്രിയത്തെ ഫുഡ് കഴിച്ചു പിന്നെ എന്ത് പറയാം मैंने बात करी लोगों से വീട്ടിൽ ആൾക്കാരുണ്ടാവും मैंने मम्मा से बात करी मैंने भाई से बात करी मैंने पापा से बात करी यानी हस्बैंड ആണെങ്കിൽ मैंने अपनी बीवी से बात करी मैंने अपने बच्चों से बात करी ഞാൻ അവരോട് സംസാരിച്ചു കുറച്ചു നേരം उनके साथ खेला ഞാൻ അവരോടൊപ്പം കുറച്ചു നേരം കളിച്ചു मैं अपने बच्चों के साथ थोड़ी देर खेला ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ കുറച്ചു നേരം കളിച്ചു പറയാം मैंने फिल्म देखी ഞാൻ മൂവി കണ്ടു അതൊക്കെ കഴിഞ്ഞ് उसके बाद मैं सो गया അതിനുശേഷം ഞാൻ ഉറങ്ങി उसके बाद मैं सो गया मैं सो गई അതിനുശേഷം ഞാൻ ഉറങ്ങി ഇനി വേറെ ആക്ടിവിറ്റീസ് ആണെങ്കിലോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ രാവിലെ എണീച്ചു ചിലർക്ക് സ്വയം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ പോകണം ഒറ്റക്കാണ് നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ പോകുന്നതിന് മുന്നേ രാവിലെ തന്നെ എണീച്ചാൽ അവർക്ക് ഒരുപാട് പണികൾ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ പറയും मैं सुबह उठी ഞാൻ രാവിലെ എണീച്ചു फिर मैं फ्रेश अप हुई ഞാനൊന്ന് जाकर मैं फ्रेश हुई उसके बाद मैंने किचन में खाना बनाया അതിന് ശേഷം ഞാൻ കിച്ചണിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കിച്ചൺ വർക്ക് ചെയ്ത് പോണ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് വർക്കിന് പോണതിന് മുന്നേ ഇനി വർക്ക് പോയില്ലെങ്കിൽ രാവിലെ എണീച്ചാൽ നിങ്ങൾക്ക് വർക്കുള്ളവരുണ്ട് ലീവുള്ള ദിവസങ്ങളാണെങ്കിലും उसके बाद मैंने नाश्ता बनाया അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി फिर नाश्ता करके बर्तन धोए പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പാത്രങ്ങൾ കഴുകി फिर मैंने बर्तन धोए പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകി रूम को सेट करा मैंने रूम को सेट करा ഞാൻ റൂം ഒന്ന് സെറ്റ് ആക്കി ബെഡ് മേക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ मैंने फिर बेड मेक करा या फिर मैंने रूम सेट करा അങ്ങനെയൊക്കെ പറയാം പിന്നെ उसके बाद ഇനിയിപ്പോൾ ലീവുള്ള ദിവസം ഞാൻ വർക്കിംഗ് ഡേനെ പറ്റി ജസ്റ്റ് പറഞ്ഞല്ലോ ലീവുള്ള ദിവസമാണെങ്കിൽ ആജ് കോയി കാം നഹീ താ യാ ഫിർ ആജ് छुट्टी थी ഇന്നൊരു ലീവുള്ള ദിവസം ഹോളിഡേ ആയിരുന്നു ആജ് छुट्टी थी ആജ് छुट्टी थी ഇന്നൊരു ലീവുള്ള ദിവസമായിരുന്നു इसलिए मैंने നിങ്ങൾക്ക് പലതും പറയാം मैंने पौधे में पानी डाला ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു मैंने पौधों को सेट करा ഞാൻ ചെടികളെ ഒന്ന് പോയിട്ട് നോക്കി അത് നമ്മൾ ഇലക്കെ വെട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെ പറയാം मैंने पौधों को देखा उनको सेट करा അങ്ങനെ പറയാം या उसके बाद मैंने आज अपनी गाड़ी धोई ആണുങ്ങളൊക്കെ ആണെങ്കിൽ ലീവുള്ള ദിവസം വണ്ടി കയറുന്ന സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട് അപ്പം ആജ് मैंने अपनी गाड़ी धोई ഞാൻ ഇന്നിൻ്റെ വണ്ടി കഴുകി സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ പ്രത്യേകിച്ച് പരന്നെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ എടുത്തു വെക്കാനുണ്ടാവും സോ उसके बाद मैंने घर को साफ करा അതിന് ശേഷം ഞാൻ വീട് വൃത്തിയാക്കി उसके बाद मैंने घर साफ करा അതിന് ശേഷം ഞാൻ വീട് വൃത്തിയാക്കി मैंने പൊതുവെ ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഒന്ന് തിരുമ്പണ പണി उसके बाद मैंने कपड़े धोए मैंने अपने कपड़े धोए आज मैंने कर्टन्स को धोया या आज मैंने बेडशीट को धोया ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ बेडशीट आज छुट्टी का दिन था इसलिए मैंने आज बेडशीट और कर्टन्स को धोया ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ കർട്ടനും ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകി തിരുമ്പി അങ്ങനെ പറയാം അതിനുശേഷം എന്ത് പറയാം और मैं बहुत देर तक പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ലീവുള്ള ദിവസമായിരിക്കും വെറും കിടന്നുറങ്ങാനൊക്കെ മനസ്സുണ്ടാവും ഇന്നൊരു പണി എടുക്കണ്ട ഫോണിൽ നോക്കിയിട്ട് മൂവി കണ്ടിട്ട് കിടക്കാനൊക്കെ തോന്നുന്നവരുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവരാണെങ്കിൽ പറയാം ആജ് मैंने कुछ नहीं करा ഇന്ന് ഞാൻ എനിക്കൊന്നും ചെയ്തില്ല आज मैं बहुत देर तक പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ കട്ടുമ്പോൾ പോയിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ आज मैं फिर से रूम में लेटी रही ഞാൻ കിടന്നു मैं रूम में लेटा रहा ഞാൻ റൂമിൽ കിടന്നു ഞാൻ ഇന്ന് ഫുള്ള് കിടത്തമായിരുന്നു ലീവ് ആയതുകൊണ്ട് मैं बहुत देर तक फोन में मूवीज देखती रही इंस्टाग्राम देखती रही या व्हाट्सएप देखती रही या देखता रहा ഞാൻ ഫോണിൽ കുറേ നേരം മൂവി നോക്കി बहुत देर तक फिल्म देखी അല്ലെങ്കിൽ मैं बहुत देर तक इंस्टाग्राम देखती रही ഞാൻ ഒരുപാട് നേരം ഇൻസ്റ്റയിൽ കളിച്ചു ഞാൻ അത് നോക്കി देखता रहा ആണെങ്കിൽ ഞാൻ നോക്കി നിന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കി നിന്നു ഈവനിങ്ങിലൊക്കെ പറയും ചിലപ്പം ലീവ് വെക്കേഷൻ അല്ലെ ഹോളിഡേ ഒക്കെ ആയിരുന്നു ആ छुट्टी थी तो हम शाम को घूमने गए ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് വെറുതെ കറങ്ങാൻ പോണതിനൊക്കെ നമ്മൾ പറയും ഞങ്ങൾ പുറത്തേക്ക് പോയി ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് പോയി आज हम शाम को फैमिली के साथ बाहर गए आज हम शाम को या मैं आज शाम को फैमिली के साथ बाहर गया ഞാൻ ഇന്ന് ഫാമിലിന്റെ കൂടെ പുറത്തേക്ക് പോയി आज मैं फैमिली के साथ बाहर गया शाम को बाहर गया ഈവനിങ്ങിലാണ് പോണെങ്കിൽ शाम को बाहर गया या फिर आज ഇന്ന് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി आज हम बाहर खाना खाने गए
आज हम बाहर खाना खाने गए. ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി. അല്ലെങ്കിൽ പറയാം ഇന്ന് ലീവായിരുന്നു, അപ്പോൾ ഇന്ന് കുറേ വിരുന്നുകാർ വന്നു. ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ചിലപ്പോൾ ലീവുള്ള ദിവസങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാം आज छुट्टी थी इसलिए आज बहुत सारे मेहमान आए थे. घर पर रिश्तेदार आए थे. मेहमान എന്ന് പറയാം, ഗസ്റ്റ് ആണെങ്കിൽ മെഹ്മാന് പറയാം, ഇനി റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിഷ്തേദാർ എന്ന് പറയാം. അപ്പൊ എങ്ങനെ പറയാം? ആജ് ഘർ പർ ബഹുത് സാരെ റിഷ്തേദാർ ആയേ थे. ഇന്ന് വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സ് വന്നിരുന്നു. ഹംനെ ബഹുത് മസേ കരേ. ഞങ്ങൾ ഒരുപാട് എന്ത് ചെയ്തു? നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആജ് ഹംനെ ബഹുത് മസേ കരേ. ഓക്കെ. പിന്നെ അങ്ങനെ പറയാം ആജ് ബഹുത് അച്ഛാ ദിൻ താ. ഇന്ന് വളരെ നല്ല ദിവസമായിരുന്നു. അല്ലെങ്കിൽ ആജ് ബഹുത് ബുറാ ദിൻ താ, ആജ് ബഹുത് ബോറിംഗ് ദിൻ താ എന്ന് പറയാം ചിലർക്ക്. അങ്ങനെ ആകാം. അപ്പം പറയാം ഇന്ന് വളരെ ബോറിംഗ് ഡേ ആയിരുന്നു, ഇന്ന് തീരെ നല്ലൊരു ദിവസമല്ലായിരുന്നു. ആജ് ബിൽക്കുൽ അച്ഛാ നീ താ. ആജ് കാ ദിൻ ബിൽക്കുൽ അച്ഛാ നീ താ. ഇന്നത്തെ ദിവസം തീരെ നല്ലതായിരുന്നില്ല. ആജ് ബഹുത് അച്ഛാ ദിൻ താ. ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ആജ് മേ ബഹുത് ഖുഷ് ഹൂം. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ആജ് മേ ബിൽക്കുൽ ഖുഷ് നഹീ ഹൂം. ഇന്ന് ഞാൻ തീരെ ഹാപ്പി അല്ല. അന്ന് ചിലപ്പോൾ നല്ല ദിവസങ്ങളാവില്ല, നല്ല കാര്യങ്ങളാവൂല. ആജ് മേരി തബിയത്ത് ഠീക്ക് നഹീ ഹെ. ഇന്ന് എനിക്ക് തീരെ സുഖമില്ല. ആജ് മേരി തബിയത്ത് ഠീക്ക് നഹീ ഹെ. ഇന്ന് എനിക്ക് തീരെ സുഖമില്ല. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഒരു ഡേനെ പറ്റിയിട്ട് ജസ്റ്റ് കുറച്ച് സെന്റൻസ് കിട്ടിയില്ല. ഇത് ഒരുപാട് സെന്റൻസ് ആയി, വീഡിയോ ഒരുപാട് ലോങ് ആയി. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഏതൊക്കെ സെന്റൻസ് ആയിരിക്കും യൂസ്ഫുൾ ആവാന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇതൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോസ് ഇടുമ്പോൾ ആ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. ഓക്കെ. എന്നാൽ പിന്നെ എന്തായാലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് ഇനിയും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഫുൾ ഒരു ഹിന്ദി കോഴ്സ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.